സോഹോ ബുക്സിന്റെ മറ്റൊരു ഫീച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീസെന്റ് ഒരു ക്ലയന്റ് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അവരാവശ്യപ്പെട്ടിരുന്നത് സോഹോ ബുക്സിൽ ഒരു സെയിൽസ് ഓർഡർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ചൂസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റംസും ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ കിട്ടണം എന്നുള്ളതാണ്. ഈ പ്രോപ്പർ ആൽഫബറ്റിക്കൽ ഓർഡർ കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത് ക്ലയന്റ് അവരുടെ വെയർ ഹൗസുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബിന്നുകളും ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും. സോ ഒരു സെയിൽസ് ഓർഡർ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ പിക്കിംഗ് വളരെയധികം സ്മൂത്ത് ആയിരിക്കും ഇൻ എ സിംഗിൾ സ്ട്രെച്ച്. മറിച്ച് ഒരു പ്രോപ്പർ ഓർഡർ ഇല്ലാത്ത ഒരു സെയിൽസ് ഓർഡർ ആണ് അവരുടെ പക്ഷമുള്ളതെങ്കിൽ അവിടെ ഒരുപാട് ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം കുറച്ച് കൺഫ്യൂഷൻസും കോൺഫ്ലിക്ട്സും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതെങ്ങനെയാണ് നമ്മൾ സോഹോ ബുക്സിൽ കറന്റ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയൊരു ഇന്റർഫേസ് കാണാം സോഹോ ബുക്സിന്റെ. ഇവിടെ നിന്ന് ഞാനൊരു പുതിയ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സെയിൽസ് ഓർഡർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു കസ്റ്റമറിനെ ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, കസ്റ്റമറിനെ ഞാനിവിടെ ചൂസ് ചെയ്യുന്നു. ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഐറ്റംസ് ചൂസ് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ടാവും. അവിടെ ഞാൻ കുറച്ച് റാൻഡം ആയിട്ട് ഐറ്റംസ് ചൂസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഐറ്റം ചൂസ് ചെയ്യുമ്പോൾ എല്ലാ ഐറ്റംസും സ്റ്റാർട്ടിങ് ഫ്രം ഡിഫറെൻറ്റ് ആൽഫബറ്റ്സ് ആണ്. ഞാൻ ഇത് ഇവിടെ ആദ്യം ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ഞാൻ ചൂസ് ചെയ്യുന്നു. ജി എന്ന ആൽഫബറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ഞാൻ ചൂസ് ചെയ്യുന്നു. അതുപോലെ ഞാൻ ഒരുപാട് റാൻഡം ഐറ്റംസ് ഞാനിവിടെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഞാനിവിടെ സേവ് എസ് ഡ്രാഫ്റ്റ് കൊടുത്തു. ഡൺ. സോ നമ്മുടെ സെയിൽസ് ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാ ഐറ്റംസും ഒരു പ്രോപ്പർ ഓർഡറിലല്ല ഉള്ളത്. സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കാണാം ബി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണുള്ളത്. ദെൻ അത് റാൻഡം ആയിട്ട് ഓരോ ഐറ്റംസ് ആണുള്ളത്. സോ നമുക്കിത് റീഅറേഞ്ച് ചെയ്ത് ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് ടോപ്പ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ റീഅറേഞ്ച് ഓർഡർ എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ദെൻ കൺഫേം കൊടുക്കുക. ഡൺ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് എല്ലാ ഐറ്റംസും പ്രോപ്പർ ആൽഫബറ്റിക്കൽ ഓർഡറിലേക്ക് മാറിയിട്ടുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഐറ്റംസ് പ്രോപ്പറായിട്ട് ഓർഡർ ചെക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇത്ര എളുപ്പത്തിൽ സോഹോ ബുക്സിൽ ഈ ഒരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാവുന്നതാണ്. സോ ഈ ഒരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു.